ഗൈസ്, വെൽക്കം ബാക്ക് ടു ദേവങ്കാസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്കിൻ റൊട്ടീൻ ഞാൻ പതിനൊത്തു അതും ഷോർട്സ് ആയിട്ടിടാന്ന്, പിന്നെ ഞാൻ ഓർത്തുന്ന വീഡിയോ ആയിട്ടിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്കിൻ റൂട്ടീനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മേലെ ഏത് ഫേസ് വാഷാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറുടെ സ്കിൻ നാച്ചുറൽ പ്യൂർ ആക്റ്റീവ് പ്യൂരിഫയർ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കൂടുതലും. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ കാണിച്ചുകൊണ്ടെന്നാണ്. ഞങ്ങൾ വേറെ ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കൂടുതലും ഗാർണിയറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് തുടയ്ക്കാം കേട്ടോ. അപ്പോൾ സൗണ്ട് വന്നത് നമ്മളിപ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് സൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ആണ് കാണാറുള്ളത് ബിഗ് ബോസ്. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ട്, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് രണ്ട് ക്രീം എടുക്കണം. അപ്പോൾ ഞാൻ ക്രീം എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ക്രീം എടുത്തിട്ടുണ്ട്. ക്രീമിൻ്റെ പേര് ഡേംഡോക് ഹോർണസ് സയൻസ് പറഞ്ഞത്. അപ്പോൾ പർപ്പിൾ എന്നാട്ടോ നമ്മൾ മേടിച്ചത്. അപ്പോൾ എടുത്തിട്ടിരിക്കാം. ഞാൻ ഇങ്ങനെ പാക്കറ്റിൽ യൂസ് ചെയ്യും. ഇതാണ് ക്രീം വരുന്നത്. നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. ഇത് ഓപ്പണിംഗ് ഉണ്ട്, പക്ഷേ ഇവിടെ പുറത്ത് തന്നെ കുറച്ച് ക്രീം ഉണ്ടാവും. അപ്പം അത് നമുക്ക് ഇത് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. ഞാൻ ആ ക്രീം എടുത്തിടാനാണ് പതിവ്. ഓക്കെ, നമുക്കിത് പാക്കേജിലാക്കി തന്നെ വെക്കാം കേട്ടോ. ഇതുപോലെ തന്നെ സിറം വരുന്നുണ്ട്, കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് വരുന്നത് ഡോംഡോക്കിൻ്റെ ഫേസ് സിറം ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കുളിച്ചിട്ടാണ് ഞാൻ ഫേസ് സിറം ഇടാറുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ നൈറ്റല്ലേ, ജസ്റ്റ് ഈ ഇത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫേസിൽ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെയർ ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഹെയർ ഒന്ന് നോക്കാം. ആകെ അലങ്കോലം ഇട്ടിട്ടാണ് ഹെയർ. നമുക്ക് എന്തായാലും ഇത് റെഡിയാക്കണം. നമുക്ക് റെഡിയാക്കാം. ഈ 3 സിറംസ് തന്നെ ഉണ്ട് കേട്ടോ. 3 സിറംസ് തന്നെ ഉണ്ട്. ഇത് മാമാർത്ത് കേട്ടോ. മാമാർത്തിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ പൊളിച്ച് കളഞ്ഞു. സോറി ഗൈസ്. ഓക്കെ, പിന്നെ സ്ട്രീക്സിൻ്റെ ഇത്തിരി ഉള്ളതുണ്ട് കേട്ടോ. കാണുന്നില്ലല്ലോ, ഇത്തിരി ഉള്ളതുകൊണ്ട്. പിന്നെ സ്ട്രീക്സിൻ്റെ ഫുൾ ഉള്ളതുണ്ട്. അപ്പോൾ ഐ തിങ്ക് സ്ട്രീക്സ് എടുക്കാം. അപ്പോൾ സ്ട്രീക്സിൽ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഞാൻ ഇത് കൂടുതലും ഉള്ളത് ഫുള്ള് യൂസ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഇങ്ങനെ ഞാൻ യൂസ് ചെയ്യും. നിങ്ങളെങ്ങനെയാണോ? ചില ആൾക്കാർ പകുതി ആകുമ്പോഴേക്കും അത് കളയാറാണ് പതിവ്. അത് യൂസ് ചെയ്യും. ബിക്കോസ് ഇത്ര ഉണ്ടല്ലോ ഗൈസ്, ഇത്ര ഉണ്ട്. അപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മേടിച്ചത്. എന്നിട്ടാണ് മാമാർത്തിൻ്റെ പുതിയതൊക്കെ ഇതൊക്കെ മേടിച്ചത്.
എന്നാലും ഇതിലുണ്ടോ എന്തിനാണെന്നറിയില്ല, വെറുതെ മേടിച്ച് കൂട്ടിയതാണ്. ഞാൻ പഴയത് തന്നെ ഉപയോഗിക്കാറുള്ളൂ. ആദ്യമൊക്കെ ഉപയോഗിച്ച് തീരും, എന്നിട്ട് തീരുമ്പോഴേക്കും ബാക്കിയുള്ള സിറം ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ 2 സിറം കുറച്ചുകൂടി ഓൾഡാണെന്നാലും അത്ര ഉണ്ട്, മാസങ്ങളുടെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇട്ടിട്ട് തീരണം, നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ കൂടുതലും ഇത് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ കൂടുതൽ ഇടാൻ നോക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നെൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്നല്ല, നാളെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും ഇടും, ബിക്കോസ് മൈ പപ്പ അല്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വീഡിയോ ഫോട്ടോ എന്താ വെച്ചാൽ ഇടും. ഓക്കെ, നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഓക്കെ, ചിലപ്പോൾ ഇട്ടോ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇടുന്നുണ്ട് സ്റ്റാറ്റസിൽ ഇടും. ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അച്ഛൻ ശരിക്കും മസ്കറ്റിലാണ് കേട്ടോ, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് വെക്കൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ മുടി ഇങ്ങനെ ഈ ചീരി ഭ്രാന്തിനെ പോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചീപ്പ് വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്കത് കെട്ടാം. ഞാൻ കെട്ടിയിട്ട് വരാം. നമ്മൾ നോർമലി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ക്രീം അപ്ലൈ ചെയ്യുന്നതും ഫേസ് വാഷ് അങ്ങനെ എല്ലാം ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ കൂടുതൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വ്യൂവേഴ്സ് ആയാലും ലൈക്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒക്കെ കുറവാണ്. പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതാക്കുക. അപ്പോൾ ഞാൻ കൂടുതലും കുറച്ച് എൻ്റർടൈനിങ് വീഡിയോസുകളാണ് ഞാൻ കൂടുതലിടുക. അവിടെ പോകുന്നതും അൺബോക്സിങ്ങും അങ്ങനെ കുറച്ച് വീഡിയോസുകളാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമോ അങ്ങനെ എന്താ വെച്ചാൽ പറഞ്ഞത് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.